മലയാള സിനിമയിലെ എക്കാലത്തെയും എല്ലാ റെക്കോർഡുകളെയും തിരുത്തി എഴുതിയൊരു ചിത്രമാണ് ചിത്രം. അതിലെ കല്യാണിക്കുട്ടിയാണ് ഇന്ന് എന്റെ കൂടെ. വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു. അപ്പൊ എനിക്ക് തോന്നുന്നു ചിത്രം റിലീസായിട്ട് ഇപ്പോ ഓൾമോസ്റ്റ് 36 years ആവുന്നു. ഞാനൊക്കെ ആക്ച്വലി ബോൺ പോലും അല്ലാത്ത സമയത്തുള്ള സിനിമയാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും നമ്മൾ അതിന്റെ ഡയലോഗ്സ്, പാട്ടുകൾ, ഓരോ സീൻസ് ഒക്കെ സ്ഥിരം ഓർത്തിരിക്കുന്നത്, വീണ്ടും വീണ്ടും ടിവിയിലൊക്കെ വരുമ്പോഴും കാണുന്നതൊക്കെയാണ്. ഞാൻ അതിലെ കല്യാണിക്കുട്ടിയോട് വെക്കട്ടെ, കല്യാണിക്കുട്ടി ചിത്രം എത്ര തവണ കണ്ടിട്ടുണ്ട്? അതിന്റെ ഒരു കള്ളത്തരുണ്ടല്ലോ ആ ചിരിയില്. ഞാന് ഐ തിങ്ക് ഫുൾ മൂവി കണ്ടത് പ്രിവ്യൂ. അപ്പൊ ഞാൻ അതില് ഐ തിങ്ക് 2 പ്രാവശ്യം ഞാൻ പോയിരുന്നു. അന്ന് തിയേറ്റർ അല്ലേ, ടി വി ഇല്ലല്ലോ. ടി വി ഉണ്ടായിരുന്നു, ദൂരദർശൻ. അപ്പൊ അതിൽ വരാറില്ല. സോ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ബിക്കോസ് ഐ വാസ് ബിസി വിത്ത് അത്. പ്രീമിയറിന് കണ്ടതാണ് ആ സമയത്ത്. അതെ അതെ, അയ്യോ, അത് മാത്രമേ കണ്ടതുള്ളൂ. പിന്നെ എനിക്ക് ഫീഡ്ബാക്സ് കിട്ടിയിരുന്നു. That the movie is doing really really good. അങ്ങനെ അപ്പോൾ എൻ്റെ കോസ്റ്റാർസ്, ബിക്കോസ് അന്ന് ഞാൻ തമിഴിലും തെലുഗു ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ജോക്ക് ചെയ്തു, ലൈക്ക് പ്രഭു, കാർത്തിക്, അർജുൻ ഇവരെല്ലാം, ഇനി നീ തമിഴ് തെലുഗു ചെയ്യില്ലല്ലോ, ഇനി നിനക്ക് മലയാളം അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, വൈ യു ആർ സേയിങ് ദാറ്റ്? എനിക്കറിയില്ല അന്ന്. അല്ല, നിന്റെ പടം സൂപ്പർ ഡൂപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഇനി മലയാളം അല്ലേ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയണേ, പക്ഷെ ഇതുവരെ എനിക്ക് മലയാളം ഓഫേഴ്സ് വന്നിട്ടില്ലല്ലോ. ആണോ? ആഫ്റ്റർ ചിത്രം ഓഫേഴ്സ് ഒന്നും വന്നില്ല? ഇല്ല ഇല്ല, ഐ ഡിഡ്ന്റ് ഹാവ് അൺടിൽ ഓൾമോസ്റ്റ് 1 year ഐ ഡിഡ്ന്റ് ഹാവ് എനി മൂവീസ്. അത് കഴിഞ്ഞിട്ടാണ് ഐ തിങ്ക് വിജി തമ്പി സാറിന്റെ കാലാൽ പടാലെയാണ് ഞാൻ എനിക്ക് കിട്ടിയത്, അവസരം കിട്ടിയത്. എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് തമിഴിലും മലയാളത്തിലും സ്വാതി തിരുനാളൊക്കെയാണല്ലോ ചെയ്തത്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരു കോമഡി ഒന്നും അതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഇതിലാണെങ്കിൽ മോസ്റ്റ്ലി മേജർലി കോമഡിയാണ്. ടുവേർഡ്സ് ദി എൻഡ് ആണ് കുറച്ച് സാഡ് പാർട്ടൊക്കെ വരുന്നത്. അപ്പൊ പ്രിയദർശൻ, മോഹൻലാൽ ഫുൾ കോമഡി കോംബോ, നെടുമുടി വേണു. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കീപ്പ് അപ്പ് വിത്ത് ദം അല്ലേ, പ്രത്യേകിച്ചും വെൻ യു ഡോണ്ട് നോ ദ ലാംഗ്വേജ്. സോ ഹൗ ടഫ് വാസ് ഇറ്റ് ഫോർ യു? എനിക്ക് ടഫായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ പ്രിയനോട് ഞാൻ മുകുന്ദേട്ട ചെയ്തിട്ടുണ്ട്. ആ സമയം എനിക്ക് ഒരു വാക്കുകൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം അറ്റ് ഓൾ. അപ്പോ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ, അവരോട് ഞാൻ ചോദിക്കും, എപ്പോഴും 100 പ്രാവശ്യം ചോദിക്കും, എന്താണ് എന്താണ്. അവർക്ക് തന്നെ ശല്യമായിരുന്നു. ഞാൻ ഓ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ പോരേന്ന്. ഞാൻ പറഞ്ഞു, നോ, നമുക്ക് പെർഫെക്ഷൻ വേണ്ടേ, യുനോ. പിന്നെ അങ്ങനെ നമുക്ക് ആര് ജഗദീഷ് ശ്രീകുമാർ അവർക്ക് അന്ന് തമിഴില് സംസാരിക്കും അവരെല്ലാം. അപ്പോ അവര് തമിഴില് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ എങ്ങനെയാണ്. അപ്പോ ദാറ്റ് ഐ ഗോട്ട് യൂസ്ഡ് ടു ഇറ്റ്. അപ്പോ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ പ്രിയന്റെ ഷൂട്ട് മീൻസ് അത് വെരി കാഷ്വൽ ആണ്, ഒരു കാഷ്വൽ ഡയറക്ടർ. ഇങ്ങനെ ഷൗട്ട് ചെയ്യൂല, അങ്ങനെ എല്ലാം ഈസി. സോ അപ്പോ നമുക്കത് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് യു ഫീൽ ലൈക്ക് you are in a school, you know, happy. So ഒരു പ്രശ്നവും ഇല്ല, എല്ലാവരും ചിരിച്ച് കളിച്ചാണ് ചെയ്യുന്നത്. സോ that was അത് കാരണം കൊണ്ട് എനിക്ക് അത്രയ്ക്ക് ടെൻഷനോ പ്രശ്നമോ ആയിട്ടില്ല. ചിത്രത്തില് നമ്മുടെ സാരിയും മുണ്ടും കൂടി കൂട്ടിക്കെട്ടിയൊരു സീനില്ലേ, അത് ലാലേട്ടൻ വരുന്നു, മറിഞ്ഞു വീഴുന്നു, മാം വരുന്നു, മാം വീഴുന്നു. ആ ഒരു ഫുൾ ഷോട്ട്, ഇഫ് ഐ എം നോട്ട് റോങ്, അത് ഒറ്റ ഷോട്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഭയങ്കര കോമഡി ടൈമിംഗ് വേണ്ട ഒരു കാര്യമായിരുന്നു. ആ സീൻ എത്ര ടേക്ക് എടുത്തെടുത്തതാണ്? ഒറ്റ ടേക്കാണ്. ആണോ? ഒറ്റ ടേക്ക്. ഓക്കെ. അത് പ്രിയൻ ഈസ് എ വെരി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. അപ്പൊ ആ സമയം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മലയാളം അറിഞ്ഞൂടാ. അപ്പോ എന്നോട് പറഞ്ഞു, സൂക്ഷിക്കണം, കാരണം സാരിയിലെ പിന്ന് ഉണ്ടെങ്കിൽ അത് ഒന്ന് എടുക്കണം. അപ്പോ ഞാൻ പറഞ്ഞു, എന്തിനാണ്? അല്ല, ഇങ്ങനെ സ്റ്റേഴ്സിൽ കയറി പിന്നെ വലിക്കും, അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. പിന്നെ നെടുമുടി അങ്കിൾ ഉണ്ടാവും, പിന്നെ അവരുടെ ഇതില് കഴുത്തുണ്ടാവും, അതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും നമ്മള്, ബിക്കോസ് വി ആർ ഓൾ സ്പോണ്ടേനിയസ്, നമുക്കറിയില്ല. നമ്മള് അഭിനയിക്കുമ്പോൾ വി വോണ്ട് നോ, ബിക്കോസ് ഇത് റിഹേഴ്സൽ ചെയ്ത ഇത് ശരിയാവുന്നില്ല. സോ ഇത് ഒറ്റ ടേക്കിൽ ചെയ്താലേ ഇറ്റ് വിൽ ബി ഗുഡ്. സോ ദ സീൻ വാസ് എക്സ്പ്ലെയിൻ, നല്ല രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്. പൊസിഷൻ, ബിക്കോസ് ക്യാമറയിൽ വി ഹാവ് ടു സീ ദ പൊസിഷൻ, ഏതുവരെ വരും ചിലപ്പോ, അത് നമ്മൾ നോക്കിയിരുന്നു, അത്രേ ഉള്ളൂ. ആൻഡ് സ്പോണ്ടേനിയസ്ലി ഇറ്റ് വാസ് ഡൺ ഇൻ 1 take. Wow.
It is actually a very good scene. ഞാൻ ഇന്നും ഒന്നും കൂടി rewatch ചെയ്യാം. I was like, wow. Yeah. It still works out അല്ലേ? നമുക്ക് ഒരു Tom and Jerry kind of scene. Exactly. ഇപ്പൊ കണ്ടാലും ശരി വരുന്ന Yeah. എനിക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. Oh my God, did I do that? കാരണം അതിന്റെ ടൈമിംഗ് വാസ് സോ ഗുഡ്. എല്ലാവരുടെ കോർഡിനേഷൻ ആണ്, ക്യാമറമാൻ, all the technicians, പിന്നെ പ്രിയൻ, എല്ലാവരും അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് വാട്ട് ആ മൂവിക്ക് അത്ര ഒരു നല്ല റിസപ്ഷൻ ഇപ്പോഴും. ഫിസിക്കലി കുറെ കൂടി എഫേർട്ട് എടുക്കേണ്ടി വന്നത് നമ്മുടെ മറ്റേ പാല് കുടിച്ചാൽ ശരണമയ്യപ്പാന്ന് പറയുന്നത് ശയന പ്രദർശന സീനല്ലേ. ഐ ഡോണ്ട് തിങ്ക് അതിന് മുമ്പൊന്നും ശയന പ്രദർശനം എന്തായാലും ചെയ്തിട്ടുണ്ടാവും. എനിക്ക് അത് ഊട്ടി സൂക്ഷിക്കണം. ഊട്ടി നവംബർ ടൈം ഭയങ്കര തണുപ്പാണ്, വെള്ളം ഒഴിച്ചിരുന്നു. ഓക്കെ, എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ട് നമുക്ക് എന്താ പറയാ, ഒരു മൂവി കമ്മിറ്റ് ചെയ്താക്ക വി ഹാവ് ടു അതില് 100% നമുക്ക് ഇൻവോൾവ് ആവണമല്ലോ. നമുക്ക് അവിടെ വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ്സ് നോട്ട് ഫെയർ. ഡയറക്ടേഴ്സ്ക്ക് ഓരോരു എന്താ പറയാ വിഷൻ ഉണ്ടായിരിക്കും. നമുക്കറിയില്ല, നമ്മൾ ജസ്റ്റ് ആൻ ആക്ടറാണ്. അവർക്ക് വിഷ്വൽ, അവർക്ക് ഓൾറെഡി അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും അത് നശിപ്പിക്കാൻ പാടില്ല. അവരെന്താ പറയണോ അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മളുടെ ഡ്യൂട്ടി. അപ്പൊ ആ ഫ്ലോറിൽ, ആ ഗ്രൗണ്ടിൽ അങ്ങനെ ചെയ്ത് ഐ ഡോണ്ട് മൈൻഡ്. ബിക്കോസ് പടത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണം ചെയ്യണം. അതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നല്ലോ, ആഫ്റ്റർ 36 years നിങ്ങൾ ഇപ്പൊ എൻജോയ് ചെയ്യുന്നല്ലോ. അതെല്ലാം ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ, ടു ദ സ്ക്രിപ്റ്റ് റൈറ്റർ. അവരെന്തെങ്കിലും നമുക്കില്ല, നമുക്ക് പെർഫോം ചെയ്യ ഒരു അവസരം അവർ തന്നിരുന്നു. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് അല്ലേ. നല്ലൊരു ഡയറക്ടർ ടു വർക്ക് വിത്ത്, വെരി കംഫർട്ടബിൾ ആണ്. അപ്പൊ പുള്ളിക്കാരൻ എപ്പോഴും പറയും, രഞ്ജിനിയും ഡയലോഗ് എന്തെങ്കിലും മിസ് ചെയ്താലോ കുഴപ്പമില്ല, 1 2 3 ചെയ്ത് പറ, അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്തെങ്കിലും പറഞ്ഞോ, നമുക്ക് അവിടെ ഒരു നല്ല ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്, ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ട് അവര് ചെയ്തോളും. സോ ഇങ്ങനെ ഈവൻ ഡയലോഗ് മിസ് ചെയ്താലും തമിഴ് എന്തെങ്കിലും പറ, കുഴപ്പമില്ല. സോ ഇങ്ങനെ നമുക്ക് മുകളിലേറ്റെല്ലാം അങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. So that's what I was very comfortable in Chithram. I'm just curious, if 1 2 3 1 2 3 ചെയ്താൽ മതി എന്നല്ലേ, how do you do it? Like say അതില് പെർഫെക്റ്റ് ആയിട്ട് ബാക്കിയെല്ലാം ഞാൻ ചെയ്യും. ഞാൻ ആം എ പെർഫെക്ഷനിസ്റ്റ്. ഒരു സീൻ മാത്രം എനിക്ക് ഡയലോഗ് ഉൾട്ടായിപ്പോയി. അപ്പോഴാണ് ഞാൻ 1 2 3 പറഞ്ഞത്, ഈ പാവക്ക ജ്യൂസ്. ഓക്കെ. ആ ലാസ്റ്റില് ഐ തിങ്ക് പൂർണ്ണ അങ്കിളോട് ഞാൻ പറയും, ഇങ്ങനെ പാവക്ക ജ്യൂസ് എന്റെ ഹസ്ബൻഡിന് ഭർത്താവൊക്കെ ഭയങ്കര ഇതല്ലേ, ഏതോ ഒരു ഡയലോഗ് പറയല്. അതിലെ എൻഡില് ഏതോ ഞാൻ മെസ്സപ്പ് ചെയ്തു. സോ ഐ ജസ്റ്റ് സേ 1 2 3 അങ്ങനെ ഞാൻ ചെയ്തു. അപ്പൊ എനിക്ക് അത് പ്രിയൻ കട്ട്, ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ പ്രിയനോട് പോയി ചോദിച്ചു, അയ്യോ ഞാൻ അത് മെസ്സപ്പ് ചെയ്തല്ലേ. പെർഫെക്റ്റ്, ഡോണ്ട് വറി, അതല്ലേ നമുക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചിയുണ്ട്, അവർ നോക്കിക്കൊള്ളൂ. ഇങ്ങനെയാണ്. ബിക്കോസ് ഐ ഹാവ് ടു ഗിവ് ഹാറ്റ്സ് ഓഫ് ടു ഭാഗ്യലക്ഷ്മി ചേച്ചി ഫോർ ഡൂയിങ് ദാറ്റ് അല്ലേ. എത്ര ഡബിങ് നിസ്സാര കാര്യമല്ല. ഓക്കെ, അപ്പോ അവര് എത്ര ബെസ്റ്റ് ആയിട്ട് അവർ ചെയ്തു, റൈറ്റ്. അവർ ഞാൻ ചോദിച്ചു, ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിക്കും. അപ്പൊ അന്ന് എന്നെ ചീത്ത വിളിച്ചിരുന്നു. ഒരുപാട് ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട് രഞ്ജിനിയെ. ഫസ്റ്റ് എന്താ പറയാ സ്റ്റെപ്പ് ഇൻ സിനിമ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഹ്യൂജ് അല്ലേ. യു സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഭാരതി രാജ ആസ് ദ ഡയറക്ടർ ആൻഡ് ശിവാജി ഗണേശൻ ആസ് എ കോ ആക്ടർ. ഇറ്റ് വാസ് ഹ്യൂജ്. ബട്ട് ദെൻ യു ആർ എ കിഡ് ഓൾസോ. ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഡിഡ് യു റിയലൈസ് വാട്ട് യു ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു? ആക്ച്വലി എന്നെ വിളിച്ചത് ആ പടത്തിന് ഇല്ല, മുതൽ മര്യാദയല്ല, വേറൊരു പടമാണ് പച്ചക്കൊടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് വലിയ പൂജ നടത്തി. ബിക്കോസ് നമ്മള് എപ്പോഴും മൂവി തുടങ്ങുമ്പോൾ നമ്മൾ പൂജ നടത്തുമല്ലോ. സോ ഇറ്റ് വാസ് ലൈക്ക് എ വെരി ഗ്രാൻഡ് പൂജ. എല്ലാവരും വന്നിരുന്നു, ഇൻഡസ്ട്രിയില്. ഈവൻ MJ സർ വാസ് ദേർ. അപ്പൊ അന്ന് ചീഫ് മിനിസ്റ്റർ ആണ് പുള്ളിക്കാരൻ, അവരാണ് വന്നത്. പിന്നെ ശിവാജി അങ്കിൾ, എല്ലാവരും വന്നിരുന്നു. അപ്പോ അതിന്റെ പൂജ എല്ലാം കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുമ്പോഴാണ് ശിവാജി അങ്കിളിന്റെ ഡേറ്റ് കോൾ ഷീറ്റ് കിട്ടി. അപ്പൊ ഭാരതിരാജ സർ പറഞ്ഞു, നമുക്ക് ആ പടം മുതൽ മര്യാദ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ശിവാജി അങ്കിളെ കാണുന്നു.
Actually, he was my favorite actor. Oh. I've seen him in many movies. Childhood തൊട്ട് എൻ്റെ അച്ഛൻ ഫാനാ, വലിയ ഫാനാ. അപ്പൊ അങ്ങേരോടെ നമ്മള് മൂവി ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് വെരി ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ അറ്റ് ദ സെയിം ടൈം ഐ വാസ് കൂൾ അബൌട്ട് ഇറ്റ് ഓൾസോ. പിന്നെ പുള്ളിക്കാരൻ വാസ് എന്താ പറയാ, ഒരു വെരി കൈൻഡ്, വെരി ഒരു സിമ്പിൾ, ഒരു ഹമ്പിളാണ് ഒരു വ്യക്തിയാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, പേടിക്കണ്ട, എനിക്കറിയാം ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. ആദ്യം എന്നെ കണ്ടിട്ട് പറഞ്ഞത് നീ നല്ല വരുവേ. എനിക്ക് ഉള്ളിലേക്ക് ഞാൻ എങ്ങനെ നല്ല വരും, കാരണം ഈ പടം കഴിഞ്ഞിട്ട് ഞാൻ പോതല്ലേ, എങ്ങനെ ഞാൻ നല്ല വരും. ഐ വാസ് തിങ്കിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ അത് ഒരു എന്താ പറയാ, പ്രൊഫസി പോലെ അല്ലേ, അങ്ങേരെ പറഞ്ഞു നീ വലിയ ആർട്ടിസ്റ്റ് വരും ഒരു ദിവസം, അങ്ങനെ പറഞ്ഞു. When you came back to Kerala after a long break, did people recognize you as any of your characters? ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഈ ഇമിഗ്രേഷനിൽ വന്നപ്പോൾ എന്റെ പാസ്പോർട്ട് നോക്കി, പാസ്പോർട്ടിൽ സാക്ഷയല്ലേ പേര് എടുക്കുന്നത്, എന്നെ നോക്കി കല്യാണി കുട്ടിയല്ലേ ചിത്രത്തില്. ഐ വാസ് ലൈക്ക്, ചോദിച്ചത് തന്നെ ഒരു യങ് ഇമിഗ്രേഷൻ ഓഫീസറാണ്. അപ്പൊ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഓ മൈ ഗോഡ്. അപ്പൊ ഞാൻ പുറത്ത് വന്നിട്ട് പേരോട് പറഞ്ഞു, ഹസ്ബൻഡോടെ, ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ ഈ സെറ്റ് ഇപ്പോഴല്ലേ നിനക്ക് അറിയുന്നേ, ഇത് പാർട്ട് 1, ഇനി നീ നോക്ക്. അപ്പൊ എവിടെ ചെന്നാലും ഇവൻ ദ യങ്സ്റ്റേഴ്സ്, ചിത്രം, രഞ്ജിനി, I was like shocked. I was, how come? അപ്പൊ he was saying, നിനക്കറിയില്ല, നിന്റെ വാല്യൂ നിനക്കറിയില്ല. അതാണ് ഞാൻ 100 പ്രാവശ്യം എന്നോട് പറഞ്ഞത്, കേരളത്തിലേക്ക് വരാൻ. എക്സാക്ട്ലി, നിന്റെ ഇടം കേരളയാണ്, ലണ്ടനോ സിംഗപ്പൂർ അല്ല. യുവർ പ്ലേസ് ഇസ് ഹിയർ. നീ വന്ന് നോക്ക് ഞാൻ പറഞ്ഞത് കാരണം ഇതാണെന്ന്. അതേപോലെ ഞാൻ വന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേരളത്തെ. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ലിവിങ് ലൈക്ക് എ മലയാളി ആൻഡ് ഐ ലവ് കേരള. കേരളത്തിലേക്കുള്ള വരവ് വാസ് വിത്ത് സ്വാതി തിരുനാൾ എന്നുള്ള മൂവിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. യുവർ കോ ആക്ടർ ദി സ്റ്റാർ വാസ് ഓൾസോ നോട്ട് എ മലയാളി അല്ലെ. ആനന്ദ് നാഗ് വാസ് ഫ്രം കർണാടക ആൻഡ് യു ആർ തമിലിയൻ, സിംഗപ്പൂർ ബേസ്ഡ് തമിലിയൻ. സോ ഹൗ വാസ് ദാറ്റ് മൾട്ടിലിംഗ്വൽ മലയാളം മൂവി ഫോർ യു? അതുക്ക് മുമ്പ് ഒരുപാട് പടങ്ങൾ വന്നിരുന്നു മലയാളത്തില്. ഞാൻ എല്ലാം റിജക്ട് ചെയ്തു, കാരണം മലയാളം ഭാഷ അറിയില്ലല്ലോ. അപ്പൊ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഐ വി ശശിയാണ് ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇരുന്നത്. ബട്ട് ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ് അതായത്, സോ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. നമ്മളുടെ ട്രാവൻകോ രാജാവിന്റെ സ്റ്റോറിയാണ്, ഒരു ബയോഗ്രഫിയാണ് ഇത്. അപ്പോ അങ്ങനെ കേൾക്കുമ്പോൾ അന്ന് നമുക്ക് എന്താ പറയാ, ഗൂഗിൾ ഒന്നും ഇല്ലല്ലോ. സോ ടു റിയലി ടു റിസർച്ച് അബൌട്ട് ഇറ്റ്. അപ്പൊ അവർ പറഞ്ഞതാണ് ഞാൻ കേട്ടു, ഇങ്ങനെ ട്രാവൻകോ കിങ്ങിന്റെ ഹിസ്റ്ററിയാണ് ഈ പടം. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ മീൻസ് ഞാൻ ചെയ്യാം. പിന്നെ ഇങ്ങനെ സുഗന്ധവല്ലിയാണ് ആ ക്യാരക്ടർ, തമിഴ്നാട്ടിലിരുന്ന് വരുന്ന ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ഓൾറെഡി എനിക്ക് 4 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരുന്നു. ഞാൻ ഡാഡോട് പറഞ്ഞു, നമുക്ക് അത് ക്യാൻസൽ ചെയ്തിട്ട് ഇത് ചെയ്യാം, കാരണം വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ് ഇങ്ങനെ ഒരു എന്താ പറയാ, ഹിസ്റ്ററി, റൈറ്റ്, ഒരു കേരളത്തിന്റെ ഹിസ്റ്ററി ബിക്കമിങ് എ പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി ആവുന്നു. അതല്ലാണ്ട് ഇങ്ങനത്തെ, അതും ഡാൻസ് ബേസ് ചെയ്ത്, ഞാൻ ഡാൻസ് പഠിച്ച വ്യക്തിയാണ്. തമിഴിൽ എനിക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഇല്ല ടു പെർഫോം മൈ ആർട്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇതിലെയാவது നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഞാൻ സ്വാതി തിരുനാളിൽ പറഞ്ഞത്. വന്നിട്ടാണ് അവർ പറയുന്നത്, ഇങ്ങനെ അനന്തനാഗ് ഇസ് എ കന്നഡ സൂപ്പർ സ്റ്റാർ. അപ്പൊ നമ്മൾ രണ്ടുപേരും ഈ ഓൾസോ ഡോണ്ട് നോ. അപ്പൊ ആദ്യത്തെ അവർ ചോദിച്ചു, ഡു യു നോ ദ ലാംഗ്വേജ്? ഐ സെഡ് ഐ ഡോണ്ട് നോ. അപ്പൊ വിളിക്കാൻ ഞാൻ ഓൾസോ ഡോണ്ട് നോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ, നമുക്ക് ആരാ ഫസ്റ്റ് എടുക്കുന്നേ, നമുക്ക് അത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അത് നമ്മള് ഒരു എന്താ പറയാ, ഒരു നല്ല ഇതിൽ ഹെൽത്തി കോമ്പറ്റീഷൻ. ലെനിൻ സാറിന്റെ ടേക്കിംഗ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്, ആർട്ട് ബേസ്ഡ് കമേഴ്ഷ്യൽ. ആൻഡ് മധു അമ്പത് സാറാണ് അതിൻ്റെ ക്യാമറ. സോ നമുക്ക് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഞാൻ അവിടെ തന്നെ സെറ്റിൽ തന്നെ ഉറങ്ങും, അമ്മയുടെ മടിയിൽ തന്നെ ഉറങ്ങും. അപ്പൊ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വരും, അഗെയിൻ ഐ വിൽ സ്ലീപ്. ഇങ്ങനെയാണ് നമ്മള്. സോ ഇറ്റ് വാസ് എന്താ പറയാ, ഇറ്റ്സ് എ ഡിഫറെന്റ് ഇത്, ബിക്കോസ് മോസ്റ്റ്ലി ഇറ്റ് വാസ് വർക്ക് ഡ്യൂറിങ് ദ നൈറ്റ്.
എന്റെ അമ്മ എപ്പോഴും പറയും ഇത് എന്താ ഇത് ഡേ ടൈമിലെ എല്ലാം ഭയങ്കര സ്ലോ ആണ്, രാത്രിയില് മാത്രം എല്ലാവർക്കും എനർജി വന്നിട്ട് രാത്രി ഷൂട്ട്. അപ്പോ എന്തിനാ ഡേ ടൈമില് വിളിക്കുന്നത്, ഡേ ടൈം നമുക്ക് നന്നായിട്ട് ഉറങ്ങിട്ട് രാത്രി ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്താൽ പോരേ. ഇങ്ങനത്തെ തമാശകൾ we were having. കോട്ടയം കുഞ്ഞച്ചനിലെ മോളിക്കുട്ടി ആയപ്പോഴാണ് ചട്ടയും മുണ്ടൊക്കെ കൊടുത്ത് അച്ചായത്തി ലുക്കിലേക്ക് വന്നത് അല്ലേ? ദാറ്റ് ഈസ് വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് യു ഹാവ് ഡൺ. Absolutely. സോ ഫസ്റ്റ് ടൈം വെൻ യു സോ യുവർസെൽഫ് ആസ് മോളിക്കുട്ടി എന്ത് തോന്നി? അത് ഡയറക്ടർ സുരേഷ് ബാബുവാണ് പറയുന്നത്. ബിക്കോസ് അവരാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഇതിന്റെ അറ്റയർ എങ്ങനെയാണ്. എനിക്ക് ആ വാക്ക് അച്ചായിട്ട് കൂടെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് ഇപ്പൊ വന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ പേരോട് അതെന്താ അച്ചായത്തി? നീ കോട്ടയം കുഞ്ഞച്ചനെ അച്ചായത്തിയല്ലേ? എനിക്കറിയില്ല, കോട്ടയത്തിലുള്ള ആൾക്കാര് ലേഡീസ് അച്ചായത്തിയാണ് വിളിക്കുന്നത്. ഓ അങ്ങനെയാണോ? അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഇതാണ് കോസ്റ്റ്യൂം, ഇങ്ങനെയാണ് അതിന്റെ മേക്ക് ഓവർ വേണമെന്ന്. അതുപോലെ തന്നെ ഞാൻ ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ആ ഡ്രസ്സിംഗ് ആണ്. എത്ര സുഖം. ചട്ടയും മുണ്ടും ഇസ് വെരി നൈസ്. എനിക്ക് വളരെ ഇഷ്ടമാ. ഐ റിയലി വാണ്ട് ടു അത് തന്നെ അഡോപ്റ്റ് ചെയ്യാമായിരുന്നു ഫുള്ളായിട്ട്. ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. ഹാവ് യു എവർ ബീൻ ടു കോട്ടയം? അങ്ങനെയുള്ള ആളുകളൊക്കെ മീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ അറിയോ ആരെങ്കിലും ഒക്കെ? ട്രാവൽ ചെയ്യുമ്പോ പിന്നെ ഒരു പടം പാവാൻ ഒരു പടം അവിടെയാണ് ഷൂട്ട് ചെയ്തു. അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ കാറിൽ പോകുമ്പോ രാവിലെ അവര് ചേർച്ചിക്ക് പോയിട്ട് വരുമ്പോ ഇപ്പൊ റേറാണ് ആൾക്കാർ അങ്ങനെ ഡ്രസ് ചെയ്യരുത്. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം പോയിട്ട് ഇരിക്കുമ്പോ ഞാൻ അങ്ങനെയാണ്. ആ സമയം KPSC ലളിത ആന്റി വാസ് ഓൾസോ ആ പടം പാവല ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്ത്. അപ്പോ ആന്റി വാസ് സിറ്റിംഗ് ഇൻ ദ കാർ ഓൾസോ. അപ്പോൾ ഞാൻ പറയാം ആന്റി ആന്റി നോക്ക് നോക്ക് നമ്മളെ she was saying നിനക്ക് പ്രാന്താണ്, ഇവിടെ എല്ലാരും അങ്ങനെയാണ്. You were saying it for the first time. Yeah, I said ഇങ്ങനെ because I like that way, they look so cute. Yeah. കോട്ടയം കുഞ്ഞച്ചനാണ് ഏറ്റവും ബെസ്റ്റ് ഒരു പെണ്ണുകാണൽ സീൻ ഉള്ളത്. നമ്മുടെ പച്ചപ്പരിഷ്കാരിയായിട്ടുള്ള കുഞ്ഞച്ചൻ ഇഷ്ടപ്പെട്ടോ? How do you remember that scene? നല്ല തമാശ. And കുഞ്ഞൻ ചേട്ടൻ is like എന്താ പറയാ തമിഴിലാണ് സംസാരിക്കുന്നത്. Okay. ബിക്കോസ് അന്ന് പുള്ളിക്കാരൻ ചെന്നൈയിലാന്ന് തോന്നുന്നു. അപ്പൊ he was saying എനിക്ക് തമിഴ് നല്ല തെരിയും. So he was talking in Tamil. അപ്പൊ ഈ സീന് അപ്പൊ ആദ്യം മേക്ക് ഓവർ ചെയ്ത് വരുമ്പോ ഈ എണ്ണ ഇട്ടിട്ട് തല ചീവി സെന്റർ പാർട്ടിങ് ഏതോ ഇട്ട് പിന്നെ ഈ ബെൽ ബോട്ടം ഇറ്റ് വാസ് റിയലി പഠിപ്പില് ഐ തിങ്ക് സ്വർണ്ണപ്പല്ല ഏതോ ഇട്ടു അല്ലേ? സോ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ തന്നെ ചിരിച്ചു. I was like, oh my god, this is so sweet. അപ്പൊ പുള്ളിക്കാരൻ ഐ ഡോണ്ട് നോ മേ ബി മാനറിസം എന്താ അറിയില്ല. ബിക്കോസ് ചിലവര് എന്റെ മദറോട് മാനറിസം പഠിക്കാറുണ്ട്. ലൈക്ക് രാധാരവി ഒരു ആക്ടർ ഉണ്ടല്ലോ തമിഴില്, അങ്ങനെ ഒരു 2 സിനിമയില് ഐ തിങ്ക് ഹി ഇമിറ്റേറ്റഡ് മൈ മം. the way she talks and all that. Okay. അപ്പൊ എനിക്കറിയില്ല, ചിലപ്പോ കുഞ്ഞൻ ചേട്ടൻ അത് ചെയ്തോന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ആക്സെന്റ് നല്ല തമാശയായിരുന്നു. വെരി നൈസ് ആ മേക്ക് ഓവറും പിന്നെ ആ സീനും. അപ്പൊ now that we are talking during the time of ഓണം ആദ്യം ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെയാ, ഹസ്ബൻഡിന്റെ വീട്ടിലെയാണ് ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. Okay, so what is the memory about it? That was very nice. ആദ്യം ഈ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ഈ പൂക്കളം. And then പൂക്കളം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫെസ്റ്റിവൽ ഉണ്ടല്ലോ 10 ദിവസം അത്തപ്പൂക്കളം ഇട്ടിട്ട് ദെൻ ഇങ്ങനെ മാവേലി വരുന്നത്, പ്രൊസഷൻ നടക്കുന്നത്, പിന്നെ ഓണസദ്യ, പായാസം മേള and all this, so it was like, oh, that's tradition is very nice. Do you have a favorite in ഓണസദ്യ? Obviously pineapple പച്ചടിയാണോ അത്, എനിക്കത് വളരെ ഇഷ്ടം. I love that. അത് വെച്ച് ഞാൻ ചോറ് കഴിച്ചോളൂ. ഹാപ്പി. അത് കിട്ടിയാൽ എനിക്ക് കൊള്ളാം. ഹാപ്പി വിത്ത് ഇറ്റ്. ഓണം ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഫൈനലി യു ഗെറ്റ് ടു വെയർ ദി ട്രഡീഷണൽ കേരള സാരി സെറ്റുമുണ്ട്. ഡു യു ഡു ഓൾ ദാറ്റ്? ഞാൻ ചെയ്യാറ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നു ആദ്യം വന്നപ്പോ. ആ സമയം ഓണം ഉണ്ടായാൽ ജസ്റ്റ് സെറ്റുമുണ്ട് അല്ലെങ്കിൽ കേരള സാരി. സംടൈം നമുക്ക് ഓഫീസിലെ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അപ്പോൾ വി വിൽ ഡു ദാറ്റ്.
അതർവൈസ് ഇൻ കേരള പിറവി ആ സമയം ഓൾസോ അല്ലേ അതുപോലെ ട്രഡീഷണൽ ആയിട്ട് എടുക്കുന്നത്. Okay. And apart from cinema, I have to talk about your career also, അല്ലേ? ഈ സിനിമ വിട്ടു പോയത് തന്നെ യു ഹാഡ് ടു പെർസ്യൂ എഡ്യൂക്കേഷൻ, ലണ്ടനിൽ പോയി പഠിക്കാനൊക്കെ ആയിട്ട് പോയി അല്ലെ? ആൻഡ് യു ഹാവ് ഡൺ എ ലോട്ട് ഓഫ് അതർ തിങ്സ് അതർ ദാൻ സിനിമ. യൂഷ്വലി നമ്മള് പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികമാര് സിനിമ വിട്ടു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ആർട്സ് അല്ലെങ്കിൽ ഒരു ഡാൻസ് സ്കൂൾ അങ്ങനെയൊന്നും അല്ല. യു ചോസ് എ വെരി ഡിഫറെന്റ് പാത്ത്. വൈ ദാറ്റ് ആൻഡ് ടെൽ മീ ഓൾ അബൌട്ട് ഇറ്റ്. എനിക്ക് ചെറുപ്പം തൊട്ടേ ഐ ലൈക്ക് ടു സ്റ്റഡി എ ലോട്ട്. പഠിപ്പിസ്റ്റാണ്. പഠിപ്പിസ്റ്റ് ഞാൻ പറയൂല, ബട്ട് ഐ ലൈക്ക് ടു സ്റ്റഡി. അപ്പൊ എനിക്ക് എന്താ പറയാ, മൂവി വന്നിട്ട് എന്റെ എഡ്യൂക്കേഷൻ ബ്രേക്ക് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി ആഫ്റ്റർ ദ മൂവി വാസ് ഹാപ്പനിങ്, പിന്നെ യുനോ സർട്ടൻ കാരണം കൊണ്ട് ഐ ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് ഐ വെന്റ് ടു ലണ്ടൻ ടു ഡു മൈ സ്റ്റഡീസ്. അപ്പോൾ ആക്ച്വലി എൻ്റെ ബ്രദേഴ്സാണ് ആദ്യം സ്റ്റഡി ചെയ്യാൻ പോയത്. അവരൊപ്പമാണ് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ 1 year നല്ല റെസ്റ്റ് എടുത്തു, നല്ല ഫുഡ് കഴിച്ചു, നല്ല TV എല്ലാം കാണാൻ തുടങ്ങി, ഒരുപാട് പ്രോഗ്രാംസ്. എന്നിട്ട് അങ്ങനെ 1 വർഷം എങ്ങനെയോ പോയി. പിന്നെ എല്ലാം വീട്ടിലും ഒരു ഇത് ഉണ്ടാവുമല്ലേ, ലേഡീസ് മീൻസ് നമുക്ക് കല്യാണം അത് വരുമല്ലോ. സോ അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ my parents were giving me 2 options. Either you get married or you continue your studies. So you chose the second one, obviously. Yeah. Again, I went to do my 10th. I was the oldest in my class. പക്ഷേ അവരെല്ലാം ഇംഗ്ലീഷ് പീപ്പിൾ, ദേ ഓൾ നല്ല ടോൾ അല്ലേ. അപ്പൊ ഞാൻ സ്മോൾ സൈസ്. അപ്പൊ അത് കാരണം കൊണ്ട് അവർക്ക് അറിയില്ല എൻ്റെ ഏജ്. അവർ വിചാരിച്ച് അവരുടെ ഏജ് ആയിരിക്കും. സോ അത് എനിക്ക് കുറച്ച് നാണക്കേടായിരുന്നു ആദ്യം. ബിക്കോസ് നമ്മള് ഈ പ്രൊഫഷനിൽ നിന്ന് വരുമ്പോ നമുക്ക് ഒരുപാട് എന്താ പെമ്പറിങ് ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാം വി വർ ട്രീറ്റഡ് ലൈക്ക് പ്രിൻസസ് അല്ലേ. വി ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്. സാധനങ്ങൾ നമ്മളെ തേടി വരും. നമ്മൾ വൺസ് ഈ ഇൻഡസ്ട്രി വിട്ട് പോയാൽ നമ്മൾ എല്ലാം ചെയ്യണം. നമ്മളൊരു വീട്ടുകാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. സോ യു ആർ ലൈക്ക് എ നോർമൽ പീപ്പിൾ. സോ അത് കുറച്ച് നാൾ എനിക്ക് കുറച്ച് ട്രോമാവായി ഉണ്ടായിരുന്നു. ലൈക്ക് ഓ മൈ ഗോഡ്, വാട്ട് ആം ഐ ഡൂയിങ്, ഇത് ശരിയാണോ, യുനോ. ബട്ട് മൈ പാരൻസ് വാസ് സേയിങ്, ലുക്ക്, ലൈം ലൈറ്റിലെ എല്ലാവർക്കും ലൈം ലൈറ്റ് ത്രൂ ഔട്ട് ദ ഇയേഴ്സ് ഉണ്ടാവാൻ പോകുന്നില്ല. ചിലവർക്ക് മാത്രമേ അൺടിൽ അവർ ഡെത്ത് വരയ്ക്കും ആക്ടേഴ്സ് ആയിരിക്കും. മിക്കവാറും എല്ലാവരും ഹാഫ് വേ ദേ വിൽ ഗെറ്റ് മാരീഡ്, ദേ വിൽ സെറ്റിൽ ഡൗൺ. പിന്നെ തിരിച്ച് സിനിമയിലേക്ക് വരുന്നെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ട്. സോ എപ്പോഴും ലൈം ലൈറ്റിൽ ഇറക്കാൻ പറ്റില്ല. സോ നിനക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായാൽ നാളെ യു ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ്, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മ കയ്യിൽ ഡിഗ്രി ഉണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, നമുക്ക് ജോലി ചെയ്ത് നമുക്ക് സർവൈവ് ചെയ്യാം. അതൊരു അഡ്വൈസ് വാസ് വെരി, എന്താ പറയുക, വെരി വൈറ്റൽ ആയിരുന്നു എൻ്റെ പാരൻസ് എനിക്ക് തന്നതല്ല. സോ ദാറ്റ്സ് വാട്ട് ഐ വെൻറ്റ് ആൻഡ് ഡിഡ് മൈ എഡ്യൂക്കേഷൻ. അത് ഞാൻ പറഞ്ഞല്ലേ, ആദ്യം ട്രോമാവായിരുന്നു കേട്ടോ, നാണക്കേടായിരുന്നു. അയ്യോ, സ്കൂളിൽ ഇങ്ങനെ ഇവരോട് പോകണമല്ലോ, പിന്നെ ബസ് എടുത്ത് പോകണമല്ലോ, പണ്ടെല്ലാം കാറിൽ ടക്ടക്കിന് പോയ ആളല്ലേ, ഇപ്പം എല്ലാം നമ്മൾ തന്നെ ചെയ്യണമല്ലോ ഇങ്ങനെ. പ്ലസ് ദെൻ വെൻ യു ഗോ ടു +2, they call it A levels. Again, you are competing with the younger ones. So age in the problem ഉണ്ടല്ലോ, ഒരു few years age in the പ്രശ്നം ഉണ്ടല്ലോ ഇങ്ങനെ. But once നമ്മൾ ഏത് കാര്യമായിക്കോട്ടെ ആദ്യം തുടങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മളത് ഡിപ്രസ്ഡ് ആവണ്ട. വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. എന്നിട്ട് ദെൻ അത് കുറച്ച് നാൾ ശരിയാവും. ബട്ട് ആദ്യം നമുക്ക് അത് ടയറിങ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ലൈക്ക് വി വോണ്ട് ടു ഗിവ് അപ്പ് അല്ലേ. ആ ഗിവ് അപ്പ് ചെയ്യരുത്. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ആൻഡ് അത് വേർതിട്ടാണ്. ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഐ എം തിങ്കിങ് ടു മൈസെൽഫ്, വൗ, ദാറ്റ്സ് വണ്ടർഫുൾ, വാട്ട് ഐ ഡിഡ് ഇസ് ഗുഡ്.
അങ്ങനെ നമുക്കൊരു റോൾ മോഡൽ എപ്പോഴും ആൾക്കാരുടെ ഉണ്ടാവണം. സോ ഡോണ്ട് സേ ടു ലേറ്റ്. ഇപ്പൊ ഐ തിങ്ക് ഡേ ബിഫോർ യെസ്റ്റർഡേ ഇപ്പൊ റീസെന്റ് ഒരു ന്യൂസിൽ ഞാൻ കണ്ടു, ഒരു അമ്മൂമ്മ MBA പഠിക്കുന്നു, 73-year-old. ഓ, എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ എന്നെ ഓർത്തു, അയ്യോ അതുപോലെയല്ലേ ഞാനും ഉണ്ടായിരുന്നു വൺസ് അപ്പോൺ എ ടൈം. സോ ഇതെല്ലാം അവർക്ക് അവർ 73 years old, അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മളും ചെയ്യണം. ബിക്കോസ് എഡ്യൂക്കേഷന്റെ ഏജ് ഇല്ല, എപ്പോ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. ബട്ട് നമുക്ക് ഫോക്കസ്ഡ് ആയിരിക്കണം. സോ ഇവരെല്ലാം കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഇതെല്ലാം ഒരു റോൾ മോഡൽ, സോ ദാറ്റ് കീപ്സ് us going. I think studies ഒക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് later on you became an advocate also. ഞാൻ A-levels എടുത്തിട്ട് പിന്നെ I did my accountancy and I was working for some MNCs. I think ആദ്യം ഞാൻ തുടങ്ങിയത് തോമസ് കുക്ലിയാണ്. സോ അത് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ പിന്നെ റാഡിസൺ ഗ്രൂപ്പിൽ പോയിരുന്നു. അവിടെയും ഞാൻ ചെയ്തിട്ട് ഇരിക്കുമ്പോൾ പിന്നെ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഒരു എന്താ പറയാ ഡിസപ്പോയിൻമെന്റ്, ഫാമിലിയിലെ ഒരു ലോയർ ഇല്ലല്ലോ. കാരണം പുള്ളിക്കാരത്തി ഞാൻ ചെറുപ്പം തൊട്ടേ എന്നെ ഷി ഓൾവേസ് സേ, നീ സിംഗപ്പൂരിൽ ഉണ്ടായാൽ നീ ഒരു ലോയർ ആയിട്ടാണ് ആവേണ്ടതായിരിക്കും. ദാറ്റ് ഈസ് മൈ ആഗ്രഹം. ഓക്കെ, പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കുഴപ്പം, അക്കൗണ്ടന്റ് ആയാൽ എന്താ പ്രശ്നം, അതും ഒരു നല്ല ജോലിയല്ലേ, സോ വാട്ട്സ് ദ പ്രോബ്ലം അബൌട്ട് ഇറ്റ്. അല്ല, എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു ദാറ്റ് യു ഹാവ് ടു ബി എ ലോയർ. കാരണം വീട്ടിൽ ഒരു എൻജിനീയർ ഉണ്ട്, വീട്ടിൽ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരു ലോയർ ഉണ്ടാ നന്നായിരിക്കുമല്ലോ. അങ്ങനെ അപ്പൊ ശരി, ഞാൻ പറഞ്ഞു നോക്കട്ടെ. എനിവേ ഐ എം ടു ടയർഡ്, ആൻഡ് അവർക്കറിയാതെയാണ് ഞാൻ ജോലി ചെയ്തിട്ടാണ് ഞാൻ ലോ പഠിച്ചത്. ഐ ഗോ ടു നൈറ്റ് സ്കൂൾസ് ആഫ്റ്റർ മൈ വർക്ക്. 5 മണിക്ക് ജോലി കഴിയും, 9 to 5 ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിലേക്ക് പോവും. ഞാൻ 1 year ആരോടും പറഞ്ഞിട്ടില്ല വീട്ടില്. ബിക്കോസ് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യണമല്ലോ, നമ്മൾ ശരിയാണുണ്ടോ ഇല്ലയോ, അത് കഴിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ആദ്യം ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഫെയിൽ ആയി പോയാലോ. So first year I passed. So then I told my family, hey, I passed, So that became എന്താ പറയാ ഒരു വിറ്റമിൻ പോലെ എനിക്കൊരു ബൂസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത കമ്പനീസിൽ തന്നെ അവരെനിക്ക് ഡ്രാഫ്റ്റിംഗ്, ലീഗൽ ഡ്രാഫ്റ്റിംഗ് പഠിക്കാൻ. അപ്പൊ ഞാൻ I think I was in my 3rd year. അപ്പൊ തൊട്ട് they gave me the job to draft legal stuffs. അപ്പോൾ I was doing that as well. അത് എനിക്കൊരു എക്സ്ട്രാ എന്താ പറയാ ബൂസ്റ്റ് പോലെ, റിവിഷൻ. പിന്നെ ലോ പഠിച്ചിട്ട് then I took over as a corporate law officer. So accountsum legality അങ്ങനെ എടുക്കുമ്പോഴാണ് I went into BBC as well. I was there for a short while. കാരണം BBC-ലെ പേ വളരെ കുറവാണ്. But it's a very great exposure. So I was there for a short while because എനിക്ക് എൻ്റെ CV-യിൽ BBC-യുടെ അതിരുന്നൊക്കെ ഇന്നും എനിക്ക് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ പോയിരുന്നു. Then I went into London Stock Exchange also. So I was there for a while. So അങ്ങനെ അതിക്ക് മുമ്പാണ് I met my hubby. So and life happened. Yeah, after that I was still I think we were having 10 years we were having we were loving each other for 10 years. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാരേജിലേക്ക് വരുന്നത്. So already I've already set up my എന്താ പറയാ my career because I don't want to എന്താ പറയാ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, എൻ്റെ കരിയർ മുമ്പോട്ട് പോകണം. ആൻഡ് പാർട്ട് ടൈം ഓൾസോ ഞാൻ അവിടെ വെച്ചിട്ട് കൂടെ I did voluntary work for domestic violence, പിന്നെ child abuse cases. അതും ഞാൻ വോളണ്ടറി ആയിട്ട് ഞാൻ ചെയ്തു. So I was doing, I want to get engaged and I want to have നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു എക്സ്പെർട്ടീസ് വേണമല്ലോ.
എല്ലാം അറിയുന്നത് നല്ല കാര്യമല്ലേ. സോ എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്, ആൻഡ് ഐ ലവ് ദാറ്റ് ആസ് വെൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഇപ്പൊ റീസെന്റ് ഐ എം ഡൂയിങ് എ സീരിയൽ ഓൾസോ. സോ അതും ഞാനിപ്പോ സീരിയൽ എങ്ങനെയാണ്, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ടെക്നിക്കാലിറ്റി എങ്ങനെയാണ്, അതും ഞാൻ പഠിക്കുന്നു, വിച്ച് ഐ എം എൻജോയിങ് ഇറ്റ്. സോ ലൈഫ് ഈസ് എ ലേണിംഗ് അല്ലേ. അപ്പൊ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ലേൺ ചെയ്ത് പോട്ടെ. You have worked with the legends, almost all legends in Malayalam cinema. ആ ഒരു ടൈമിൽ 80s 90s you have worked with everybody അല്ലേ. അപ്പോൾ you get to see them perform. ഇപ്പോൾ ചിത്രത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു അതിലെ പാട്ടുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏർലിയർ സ്റ്റേജിൽ നഗുമോ എന്നുള്ള സോങ് ആണെങ്കിലും ലാസ്റ്റ് നമ്മൾ സ്വാമിനാഥയൊക്കെ ആണെങ്കിലും ആ പാട്ടിന് അത്രയും വലിയൊരു ബൂസ്റ്റ് ഒക്കെ വരുന്നത് ലാലേട്ടന്റെ പെർഫോമൻസും കൂടി വരുന്നത് കൊണ്ടാണ്. ഡിഡ് യു ഗെറ്റ് ടു സീ ഇറ്റ് ലൈവ് ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ഹെൽപ്പ് യു? ഓഫ് കോഴ്സ് അല്ലേ. ഈ നഗുമോ അത് ഈ എൻഡിൽ ഒരുപാട് ജതികളുണ്ടല്ലോ, അതെല്ലാം ഒറ്റ ടേക്കിലാണ് ചെയ്യുന്നത്. അതിൽ ലാലേട്ടനും വേണു അങ്കിളും കോമ്പറ്റീഷൻ പോലെ അല്ലേ. അപ്പോൾ അവര് മൃദംഗം അവിടെ തന്നെ വെച്ച് വായിക്കുന്നുണ്ട്. അങ്ങനെ യുനോ ഇറ്റ് വാസ് ലൈക്ക് ലൈവ്. സോ ഇറ്റ് വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, എങ്ങനെ ഒരു ജഡി ഇത്രയ്ക്ക്, ഐ തിങ്ക് ലാലേട്ടൻ അത്രയ്ക്ക് പ്രൊഫഷണൽ സിംഗർ അല്ലാന്ന് തോന്നുന്നു. But ആ സമയത്തില് he remembered all that ജതികൾ and all that is, അത് ഒരു വലിയ കാര്യമല്ലേ അത്. സോ അത് എന്താ പറയാ, ഒരു ഗിഫ്റ്റ്. സോ അതെല്ലാം നമുക്ക് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. അതുപോലെ തിലകൻ അങ്കിൾ പറയുന്നു. സോ I also did lot of movies with him. അപ്പോൾ അവർക്കും ഒരുപാട് ടാലൻസ്, lot of things we can pick from them. Even makeup ആയാലും, like Kaalal Pada he will have a different makeover, dark skin ഇട്ടിട്ട് മേക്കപ്പ് ഇട്ട് അങ്ങനത്തെ വിഗ്, so all these things. അപ്പോൾ ആ ക്യാരക്ടറായിട്ട് അവർ മാറുന്നു. സോ അത് നമ്മൾ പഠിക്കണം. അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു, അവരെങ്ങനെ നടക്കുന്നു, അവരെങ്ങനെ ഇരിക്കുന്നു, ഇതെല്ലാം ഇസ് ലൈബ്രറിയാണ് നമുക്ക്. അന്ന് നമുക്ക് ഗൂഗിൾ ഇല്ല, ഒന്നുമില്ല, റിസർച്ച്. ഇവരാണ് നമുക്ക് റിസർച്ച് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി മൂവീസ് യു ഹവ് ഗിവൻ അസ് ആൻഡ് ഓൾ ദി വർക്ക് യു ഡൂയിങ്. ഇപ്പോഴുള്ള സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന വർക്കിനും സോഷ്യൽ വർക്ക് ചെയ്യുന്നതിനൊക്കെ താങ്ക് യു സോ മച്ച്. വിൽ ഓൾവേസ് ലവ് യു എസ് കല്യാണി കുട്ടി. ഓ താങ്ക് യു. ഐ മീൻ നന്ദി പറയുന്നത് മലയാളീസുകാണ്, എല്ലാ കേരളൈറ്റ്സുക്കും വേണ്ടിയാണ്. കാരണം നിങ്ങൾ എനിക്ക് അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നില്ല അല്ലേ. രഞ്ജിനിനെ ഒരാള് നിങ്ങളെല്ലാം മറന്നു കാണും. അപ്പോൾ നിങ്ങളുടെ സ്നേഹം എപ്പോഴും എന്നോട് ഇപ്പം ഉണ്ടാവണം, അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു.